എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണത്തിൻ്റെ കുറച്ച് വിഭവങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഉണക്കമുളക്, കരിയാപ്പില, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ഉലുവ ഇതെല്ലാം ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. നമ്മുടെ ഓണവിഭവങ്ങൾ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഞാനിവിടെ അവിയലും പച്ചടിയും ഓലനും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ കേബേജ് തോരനും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി സാമ്പാറാണ് ആകാനുള്ളത്. ഇത് മെല്ലെ മെല്ലെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വേണ്ട കഷ്ണങ്ങളെല്ലാം ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പരിപ്പും ഉള്ളിയും പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഇട്ടിട്ടാണ് സാമ്പാർ കഷ്ണം വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഈ തേങ്ങ വറുത്തരച്ചത് മാത്രമേ ചേർക്കാനുള്ളൂ. നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ മുരിങ്ങയും വെണ്ടയ്ക്കയും ഇവിടെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഓണവിഭവങ്ങൾ: പച്ചടി, കേബേജ് തോരൻ, ഓലൻ, അവിയൽ. ബാക്കിയെല്ലാം റെഡിയാകുന്നുണ്ട്. ചോറെല്ലാം നേരത്തെ ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സെപ്പറേറ്റുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും കാണണം. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ തേങ്ങ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കണം. അങ്ങനെ ഞാനിതിൽ തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പുളി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സാക്കാം. ഇനി നമുക്ക് ഉപ്പും എരിവും പുളിയെല്ലാം ഉണ്ടോ നോക്കിയിട്ട്, ഇല്ലെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വറുത്തിടുവാൻ പോകണം. പിന്നെ ഈ സാമ്പാറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. അങ്ങനെ സാമ്പാറെല്ലാം വറുത്തിട്ട് കഴിഞ്ഞ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വിളമ്പാം. അപ്പം ഞാനിവിടെ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുന്നതാണ്. അടുത്തതായി കേബേജ് ഇട്ട് കൊടുക്കാം. അവിയലും പച്ചടിയും വിളമ്പിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓലൻ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ പീച്ചിങ്ങ ഓലനാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണിത്. അടുത്തതായി സാമ്പാർ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ വിഭവങ്ങൾ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ച് നോക്കാം. അങ്ങനെ ഞാനുണ്ടാക്കിയ വിഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു. ഹാപ്പി ഓണം.